നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശ്രാവണ മാസത്തിലെ ഏകാദശിയെക്കുറിച്ചാണ് പറയുന്നത്. ശ്രാവണ മാസത്തിലെ ഈ ഏകാദശിക്ക് പുത്രത ഏകാദശി എന്നാണ് പറയുന്നത്. ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഓഗസ്റ്റ് 23 ഞായറാഴ്ച അതികാലെ 2 മണിക്കാണ്. അവസാനിക്കുന്നത് ഓഗസ്റ്റ് 24 രാവിലെ 4:18 ഓഗസ്റ്റ് 23 ഞായറാഴ്ച മുഴുവൻ സമയവും ഏകാദശി തിഥിയുണ്ട്. എന്നാൽ നമ്മൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് ഓഗസ്റ്റ് 24 തിങ്കളാഴ്ചയാണ്. ദശമി സ്പർശമോ അതുപോലെ ദ്വാദശി സ്പർശമോ ഇല്ലാത്ത ശുദ്ധ ഏകാദശിയാണ് ഓഗസ്റ്റ് 23 വരുന്നത്. എന്നാൽ 24 എന്തുകൊണ്ടാണ് നമ്മൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതെന്ന് പറഞ്ഞാൽ അന്ന് വാഞ്ചുളി മഹാദ്വാദശി എന്നാണ് പറയുന്നത്. മഹാദ്വാദശി 8 തരത്തിലാണുള്ളത്. ഉന്മേലിനി ഏകാദശി, വാഞ്ചുളി ഏകാദശി, ത്രിസ്പർശ ഏകാദശി, പക്ഷവർദ്ധിനി ഏകാദശി, ജയ, വിജയ, ജയന്തി, പാപനാശിനി, ഇങ്ങനെ 8 തരത്തിൽ മഹാദ്വാദശിയുണ്ട്. അപ്പോൾ ഇതിൽ വാഞ്ചുളി ഏകാദശി എന്ന് പറയുന്നത് 2 ദിവസം നമുക്ക് സൂര്യോദയ സമയത്ത് ദ്വാദശി തിഥി ആയിരിക്കും. ഇപ്പോൾ ഓഗസ്റ്റ് 24 തിങ്കളാഴ്ച രാവിലെ സൂര്യോദയ സമയത്ത് ദ്വാദശി തിഥിയാണ്. അതുപോലെ ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച രാവിലെയും സൂര്യോദയ സമയത്ത് ദ്വാദശി തിഥിയാണ്. അങ്ങനെ അടുപ്പിച്ച് 2 ദിവസം ദ്വാദശി തിഥി ഉള്ളപ്പോൾ നമ്മൾ ഏകാദശി തിഥിയിലല്ല വ്രതം അനുഷ്ഠിക്കുന്നത്. ദ്വാദശി തിഥിയിൽ മഹാദ്വാദശിയായിട്ടാണ് വ്രതം അനുഷ്ഠിക്കുന്നത്. ഏകാദശി വ്രതം എന്ന് പറയുമ്പോൾ നമ്മൾ ദശമി ദിവസം മുതലാണ് വ്രതം അനുഷ്ഠിക്കുന്നത്. ദശമി, ഏകാദശി, ദ്വാദശി. എന്നാൽ ഇപ്രാവശ്യം 22 ശനിയാഴ്ചയാണ് ദശമി വരുന്നത്. 23 ഏകാദശി തിഥിയും 24 മഹാദ്വാദശിയുമാണ്. അതുകൊണ്ട് തന്നെ 22 മുതലാണ് വ്രതം അനുഷ്ഠിക്കുന്നവരൊക്കെ തന്നെ അനുഷ്ഠിച്ചു തുടങ്ങേണ്ടത്. അതായത് 22 ഉച്ചയ്ക്ക് 1 നേരം മാത്രമേ അരിയാഹാരം കഴിക്കാൻ പാടുള്ളൂ. ദശമി ദിവസം നമ്മൾ എന്തൊക്കെയാണോ ഫോളോ ചെയ്യാറുള്ളത് അതൊക്കെ തന്നെ ഈ ശനിയാഴ്ച ഫോളോ ചെയ്യേണ്ടതാണ്. തുളസി ഇലകളൊക്കെ പറിച്ചു വെക്കുന്നതും ഒക്കെ ശനിയാഴ്ച തന്നെയാണ് ചെയ്യേണ്ടത്. ഞായറാഴ്ച ഏകാദശി തിഥി ആയതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം അരിയാഹാരം ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. ഗോതമ്പിൻ്റെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാവുന്നതാണ്. ഏകാദശി വ്രതമായി നമ്മൾ അനുഷ്ഠിക്കുന്നത് 24 തിങ്കളാഴ്ചയാണ്. ആ ഒരു ദിവസം വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. അതിന് സാധിക്കാത്തവർക്ക് പാലും പഴങ്ങളും കഴിച്ചുകൊണ്ടും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ലഘുഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടാണ് നിങ്ങൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതെങ്കിൽ അങ്ങനെ ഫോളോ ചെയ്യാവുന്നതാണ്. 24 വ്രതം അനുഷ്ഠിക്കുന്നത് കൊണ്ട് തന്നെ 25 പാരണ വീടേണ്ടത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനലിൽ മെമ്പേഴ്സ് ആകാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് മെമ്പേഴ്സ് ആകാവുന്നതാണ്. മെമ്പേഴ്സുള്ള വീഡിയോയിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം ഹരിവാസര സമയം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 23 രാത്രി 11:15 മുതൽ ഓഗസ്റ്റ് 24 രാവിലെ 10:50 വരെയുള്ള സമയമാണ് ഹരിവാസര സമയം. ഈ ഒരു സമയത്ത് കഴിവതും ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാവുന്നതാണ്. ഇപ്രാവശ്യം ഹരിവാസര സമയം രാത്രിയിലാണ് വരുന്നത്. രാവിലെ 10:50 വരെ മാത്രമേ ഹരിവാസര സമയമുള്ളൂ. അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് നേരത്തെ ഉണർന്ന് ഭഗവാന്റെ നാമങ്ങളൊക്കെ തന്നെ ആ ഒരു സമയത്ത് ചൊല്ലാവുന്നതാണ്. ഇത് ഞായറാഴ്ചയാണ്. തിങ്കളാഴ്ചയാണ് പാരണ വീടേണ്ടത്. പാരണ സമയമെന്ന് പറയുന്നത് രാവിലെ 5:55 മുതൽ 6:20 വരെയുള്ള സമയമാണ്. കാരണം 6:21 ദ്വാദശി അവസാനിക്കും. ദ്വാദശി അവസാനിക്കുന്നതിന് മുൻപായി തന്നെ നമ്മൾ പാരണ വീടണമെന്നാണ്. അതുകൊണ്ട് 6:20 പാരണ വീടേണ്ടതാണ്. അതിനുശേഷം ത്രയോദശി തിഥി ആരംഭിക്കുകയും ചെയ്യും. ഈ 24 മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ശ്രാവണ മാസത്തിലെ സോമവാരം കൂടിയാണ്. ശ്രാവണ മാസത്തിലെ തിങ്കളാഴ്ചകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ശിവക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവർക്ക് ശിവക്ഷേത്രത്തിൽ പോകാവുന്നതാണ്. ഏകാദശി വ്രതം എടുക്കുന്നവരാണെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോകാവുന്നതാണ്. ഈ ദിവസം ചെയ്യേണ്ട അർച്ചന എന്ന് പറയുന്നത് പുരുഷ സൂക്ത അർച്ചനയാണ്. എല്ലാ ഏകാദശി വ്രതങ്ങൾക്കും ഒരു വ്രതമാഹാത്മ്യ കഥ ഉണ്ടായിരിക്കും. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് യുധിഷ്ഠിരന് വനവാസകാലത്ത് ഈ കഥകളൊക്കെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്.
ഈ പുത്രദ ഏകാദശിയുടെ വ്രതകഥ എന്ന് പറയുന്നത് ദ്വാപര യുഗത്തിൻ്റെ ആരംഭഘട്ടത്തിൽ നടന്ന ഒരു കഥയാണ്. മഹിഷ്മതി എന്ന് പറഞ്ഞ ഒരു രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യത്തെ രാജാവിൻ്റെ പേര് മഹജിതൻ എന്നായിരുന്നു. അദ്ദേഹം വളരെ നല്ലൊരു രാജാവായിരുന്നു. പ്രജകൾക്കെല്ലാം തന്നെ എല്ലാ വിധത്തിലുമുള്ള നന്മകൾ ഉണ്ടാകുന്നതിന് വേണ്ടി ശ്രദ്ധ കാണിക്കുന്ന ഒരു രാജാവായിരുന്നു. രാജാവിൻ്റെ കാര്യങ്ങളെക്കാൾ കൂടുതലായും പ്രജകളുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരു രാജാവായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് എപ്പോഴും ഒരു ദുഃഖമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു എന്നുള്ളതാണ്. ഒരുപാട് വഴിപാടുകളും യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ നടത്തിയിട്ടും അദ്ദേഹത്തിന് മക്കളുണ്ടായില്ല. അങ്ങനെ അദ്ദേഹം ഒരിക്കൽ ലോമാശ മഹർഷിയെ കാണാനിടയാകും. ലോമാശ മഹർഷിയോട് അദ്ദേഹം തൻ്റെ സങ്കടങ്ങളെല്ലാം പറയും. ലോമാശ മഹർഷിയാണ് അദ്ദേഹത്തിനോട് ശ്രാവണ മാസത്തിൽ വരുന്ന ഈ പുത്രദ ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ മുൻ ജന്മങ്ങളിൽ ചെയ്ത പാപത്തിൻ്റെ ഫലം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ആ ഒരു പാപം മാറിക്കിട്ടുന്നതിന് വേണ്ടി ശ്രാവണ മാസത്തിലെ പുത്രദ ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ പറയുകയാണ് ഉണ്ടായത്. ലോമാശ മഹർഷിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്ഭുതകരമായ ആയുർദൈർഘ്യമുള്ള ഒരു മഹർഷിയാണ് ലോമാശ മഹർഷി. ഭഗവാൻ പരമശിവനിൽ നിന്നും ഒരു പ്രത്യേക വരമാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. അതായത് ഒരു കൽപ്പകാലം എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ. അത് കഴിയുമ്പോൾ മാത്രമേ തൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു രോമം പൊഴിഞ്ഞു പോവുകയുള്ളൂ എന്നുള്ളതാണ്. അതായത് ഒരേ ഒരു രോമം മാത്രമേ ഒരു കൽപ്പകാലം കഴിയുമ്പോൾ പൊഴിഞ്ഞു പോവുകയുള്ളൂ. അങ്ങനെ ശരീരത്തിലെ മുഴുവൻ രോമങ്ങളും നശിക്കുമ്പോൾ മാത്രമേ അദ്ദേഹത്തിന് മരണം സംഭവിക്കൂ എന്നുള്ളതാണ്. ഈ സന്യാസിയാണെങ്കിലോ ശരീരത്തിൽ ധാരാളം രോമങ്ങളുള്ള ഒരു സന്യാസി കൂടിയാണ്. അതുകൊണ്ടാണ് ലോമാശ മഹർഷി എന്ന് പറയുന്നത്. ലോമം എന്ന് പറയുന്നത് രോമങ്ങൾ എന്നാണ് അർത്ഥം. മാത്രമല്ല പാണ്ഡവരുടെ വനവാസകാലത്ത് അവർക്ക് വഴികാട്ടിയായിരുന്നതും ഈ ലോമാശ മഹർഷി തന്നെയാണ്. അങ്ങനെ മഹജിതൻ എന്ന രാജാവ് പുത്രദ ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും അദ്ദേഹത്തിന് സന്താനഭാഗ്യം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് വ്രതകഥ. സന്താനഭാഗ്യത്തിന് വേണ്ടി ഈ ഒരു ഏകാദശി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഇഹലോക സുഖവും പരലോകത്തിൽ മോക്ഷവും ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കാറുള്ളത്. എന്നാൽ ഈ പുത്രദ ഏകാദശി വ്രതം സന്താനഭാഗ്യം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തന്നെ അനുഷ്ഠിക്കാവുന്നതാണ്. ഇപ്രാവശ്യം 2 ദിവസം വ്രതം അനുഷ്ഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ശനിയാഴ്ച ഒരു നേരം മാത്രമേ അരിയാഹാരം കഴിക്കാൻ പാടുള്ളൂ. മറ്റു സമയങ്ങളിൽ രാവിലെയും രാത്രിയും ഗോതമ്പിൻ്റെ ഭക്ഷണം കഴിക്കാവുന്നതാണ്. അതുപോലെ ഞായറാഴ്ച ഏകാദശി തിഥി ആയതുകൊണ്ട് തന്നെ അരി ആഹാരം പൂർണ്ണമായും വർജിക്കേണ്ടതാണ്. ലഘുഭക്ഷണങ്ങൾ കഴിക്കണമെന്നുള്ളവർക്ക് ലഘുഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ്. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും പാലും പഴങ്ങളും മാത്രം കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കും എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഏതൊരു വ്രതം അനുഷ്ഠിക്കുമ്പോഴും നമ്മുടെ ആരോഗ്യസ്ഥിതി നോക്കി വേണം വ്രതങ്ങൾ അനുഷ്ഠിക്കേണ്ടത്. അവരവരുടെ ആരോഗ്യസ്ഥിതി അവരവർക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണോ അതിനനുസരിച്ച് വ്രതം അനുഷ്ഠിക്കുക. വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ലഘുഭക്ഷണങ്ങൾ കഴിക്കുക. അരിയാഹാരം മാത്രം ഒഴിവാക്കി മറ്റു ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാൻ ശ്രമിക്കുക. ഏകാദശി തിഥി ഞായറാഴ്ച വരുന്നത് കൊണ്ട് തന്നെ ഞായറാഴ്ചയാണ് തുളസിക്ക് ജലം സമർപ്പിച്ച് പ്രദക്ഷിണം വെക്കേണ്ടതും സന്ധ്യയ്ക്ക് നെയ്ദീപം കൊളുത്തേണ്ടതും. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഈ 2 കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഞായറാഴ്ച ദിവസം തുളസിക്ക് ജലം സമർപ്പിക്കാൻ പാടില്ല എന്നൊരു വിശ്വാസം അവർക്കിടയിലുണ്ട്. നമുക്കങ്ങനെയില്ല. 365 ദിവസവും നമുക്ക് തുളസിക്ക് ജലം സമർപ്പിക്കുകയും പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യാവുന്നതാണ്. കാരണം തുളസി എന്ന് പറയുന്നത് ഒരു സസ്യമാണ്, ഒരു ചെടിയാണ്. അപ്പോൾ ഒരു ചെടിക്ക് നമ്മൾ എല്ലാ ദിവസവും വെള്ളം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ആ ഒരു രീതി അനുസരിച്ച് നമുക്ക് എല്ലാ ദിവസവും തുളസിക്ക് ജലം സമർപ്പിക്കാവുന്നതാണ്. ഞാനിത് പറയാൻ കാരണം ഒരുപാട് പേർ ചോദിക്കാറുണ്ട്, ഏകാദശി ദിവസം തുളസി ദേവി വ്രതത്തിലായതുകൊണ്ട് ജലം സമർപ്പിക്കാൻ പാടില്ല, ഞായറാഴ്ച സമർപ്പിക്കാൻ പാടില്ല. അതൊക്കെ നോർത്ത് ഇന്ത്യയിൽ ഉള്ളവരാണ് വിശ്വസിക്കുന്നത്. നിങ്ങളിപ്പോൾ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ വിശ്വസിക്കാവുന്നതാണ്. അല്ലാത്ത പക്ഷം ജലം സമർപ്പിച്ച് പ്രദക്ഷിണം വെച്ച് സന്ധ്യയ്ക്ക് ഒരു നെയ്ദീപം കൊളുത്താവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.